പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രീ ഫയർ ആണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നൊരു ന്യൂബ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ലോൺ വോൾഫാണ് ന്യൂബ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓടനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ടോപ്പിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാറ്റൊന്ന് മാറ്റാം. ഏതിടും ഏറ്റവും ന്യൂബുള്ളപ്പോൾ ഇവനെത്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ സഹിക്കാം, ഇങ്ങനൊക്കെ കിട്ടുള്ളൂ. ലോൺ വോൾഫിൽ ഗണ്ണ് കാണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഗണ്ണ് കിടന്നോട്ടെ. എനിക്ക് സ്കില്ല് നമുക്കിതാ. സ്കില്ല് മാറ്റൊന്നും വേണ്ട. സ്കില്ലില്ലെങ്കിൽ നമ്മൾ അപ്പം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ പണി കിട്ടും. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് കണ്ണെടുക്കും? ന്യൂബ് പ്ലാങ്ക് അല്ലേ, അതുകൊണ്ട് ആദ്യം ഒരു പിന്നെ വേറെ എത്തണം. സമയം കഴിയാ ഒഴുക്ക് സാധനം. അവൻ പോയാ ഗായ്സ്, പണി കിട്ടി ഗായ്സ്. അവൻ പോയി. കുഴപ്പമില്ല, നമുക്കൊന്നും കൂടെ കളിക്കാം. ഇതാ ഗിരിയോ കണ്ട് അവനിപ്പോൾ പെട്ടെന്ന് വാങ്ങിപ്പോയി. വെറുതെ എത്ര നേരം കളഞ്ഞു. അങ്ങനെ ഉണ്ട്, ഒന്നും കൂടെ കളിക്കാം. പെട്ടെന്നായി. അവൻ എന്തിനാന്നറിയില്ല പെട്ടെന്ന് പോയത്. ഇവനെങ്ങനെ പോവല്ലേ? പിന്നെ എടുക്കണം, WM എടുക്കണം. ഓക്കെ, ഇനി ഹാൻഡ് എടുത്ത് പിടിക്കണം. ഇവർക്ക് ഇനി തോന്നുന്നു ഇവന് ന്യൂബളുടെ പോലെ ഓടണം. അവനല്ല ന്യൂബായി, അപ്പോൾ പറയാൻ പറ്റില്ല. അവൻ ഗായ്സ്, എനിക്ക് അവൻ ഓടാനായിട്ട് അയക്കുന്നില്ല ഗായ്സ്. അയ്യേ, ഇങ്ങനെയൊക്കെയാണോ അവിടെ വെടി വയ്ക്കണേ? അപ്പോൾ എൻ്റെ സ്കിന്നുണ്ട് ഗായ്സ്. കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല നമുക്ക്. ഇതും കൂടി നമുക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അടി വാങ്ങിയിട്ടായിരുന്നറിയാം നമുക്ക്. നമ്മൾ ന്യൂബിൻ്റെ പോലെ ഓടുള്ളൂ. ഒന്ന് കൊല്ലടേ. എന്താടേ എലിമിനേറ്റർ. ഇവരൊക്കെ ഹെഡ് ഷോട്ട് അടിച്ചോളേ. 2 ആയി. 3 ആവാൻ നിൽക്കണില്ല ഞാൻ. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് തുടങ്ങാം അടി. ഇവൻ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്നില്ല. അയ്യോ, സഹിച്ചത് 2 അഗ്ലി ഗൺസ്. ഇവനുണ്ട് ന്യൂബാ. അങ്ങനത്തെ കണ്ണൊക്കെ സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ലല്ലേ, സഹിച്ചേക്കാല്ലേ. ഇനി ന്യൂബ് നിൽക്കുന്നു വേണ്ട. നമ്മൾ അവിടെ എൻ്റെ അമ്മ അവനിത് കണ്ടെടുത്തുണ്ടായത് 5 തന്നെയാണ്. അവൻ സീനുണ്ടോ? അവൻ ഇച്ചിരി ടോപ്പിളത് കൂടിപ്പോയിന്നുണ്ട്. നമ്മളിനി പണി വാങ്ങിക്കുമോ? കുഴപ്പമില്ല, എൻ്റെ ഒരു കണ്ണിന് സ്കോപ്പില്ല. അല്ലെങ്കിൽ ഇപ്പം തീർത്താക്കാനും വലിയൊരു മുമ്പിലവൻ എങ്ങനെ നിന്നോടത്തെ. അതൊക്കെ അവിടെ നിന്നടേ. പ്ലേതാണല്ലോ പ്ലേത്. ഇവൻ പ്ലേ അല്ലേ വീണ്ടും കൊന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ മാച്ച് നമ്മൾ തോക്കും ഗായ്സ്. 4 മുട്ടയാ. ഇത് മാച്ച് പോയിന്റാണ് ഗായ്സ്. നമ്മൾ ഈ മാച്ച് തോക്കും. നമ്മുടെ ഗൺ സെലക്ഷന് AW എടുക്കാൻ പറ്റില്ല. AK-47 AUG എടുത്തേക്കാം. ഇത്ര നേരം നമ്മൾ വെറുതെ അവനെ ബാക്കി വെച്ചു. ഇനി റിവെഞ്ച് ടൈം.
ജയിച്ചവൻ. കുഴപ്പമില്ല അല്ലേ? ലോബി പോവാം. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി. നമുക്ക് ഒരു പ്രാവശ്യം കൂടി കളിക്കാം. ഇപ്പൊ നമ്മളെ ക്യാമറ ഓഫ് ചെയ്യാണ്. നമുക്കിപ്പോ ഇനി ഇച്ചിരി നേരം നമ്മള് വെറുതെ കളിക്കാൻ പോവാണ്. ക്യാമറ ഇല്ലാണ്ട് ക്യാമറ വെച്ച് കളിക്കുമ്പോൾ രസമില്ല. നമ്മളിത് ന്യൂബ് പ്രാങ്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് ന്യൂബ് പ്രാങ്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി നേരം ഞാൻ അനങ്ങാണ്ടിരിക്കാം. നമുക്കത് നെറ്റ്വർക്കില്ലാന്ന് ഞാനങ്ങനെ തട്ടെ. നമ്മളോട് അവൻ കളിക്കാൻ പോനെ. അവിടെ അവൻ ന്യൂബ് പ്രാങ്കാണോ? നമുക്ക് ഡാമേജ് ആണില്ല, കുഴപ്പമില്ല. ന്യൂബന്മാർ ഓടണ പോലെ ഓടിയേക്കാം. എനിക്ക് ന്യൂബ് പ്രാങ്കൊന്നും വേണ്ട. എനിക്ക് ന്യൂബ് പ്രാങ്കൊന്നും ഇഷ്ടമില്ല. എൻ്റെ അമ്മോ, അത് ഞാൻ അവനെ കണ്ടില്ല. കുഴപ്പമില്ല. ഇനി ന്യൂബ് പ്രാങ്കൊന്നുമില്ല. ഇനി പൊരിങ്ങ യുദ്ധം. അവരുടെ അവൻ കത്തി വെച്ച് കൊല്ലാൻ നോക്കണം ദുഷ്ടൻ. ഇനി പൊരിങ്ങ യുദ്ധം. സ്കില്ലറിൻ്റെ കാര്യം ഉണ്ടോ? അയ്യേ നൂബൻ. എത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മളെക്കുറിച്ച് എന്താ കരുതിയത്? അല്ല പിന്നെ നമ്മൾ XMB എടുത്തുണ്ട്, AW ഇല്ല, അതുകൊണ്ട് ഇതൊക്കെ എടുക്കാം. ഇതന്നെ എടുത്തേക്കാം. അവന് ഒരു കത്തി വെച്ച് മാത്രം കളിക്കാൻ പറ്റാത്ത ന്യൂബവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താടേ ന്യൂബ്, എന്താടേ എനിക്ക്, എന്താടേ എനിക്ക്. അയ്യോ ഹെഡ്, നല്ല ഡാമേജ് ഉണ്ടാകുന്ന അവന്. അത്രയ്ക്ക് പോയാ നമ്മളെ അവൻ തൊട്ട് കളിച്ചു. ഇനി അവൻ്റെ തോൽവി മാത്രമായിരിക്കും. നമ്മളെ അവൻ തൊട്ട് കളിച്ചു. അവന് തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ. തോൽവി അവൻ തോൽവിക്ക് വേണ്ടിയാണ് വന്നേക്കണത്. അതാണ് നമ്മള് വിക്ടറി അടിച്ചു. വിക്ടറി അല്ല പിന്നെ നമ്മളവൻ കളിക്കണേ. ഇനി അവൻ്റെ സെലക്ഷൻ കൊണ്ട് സെലക്ട് ചെയ്യട്ടെ. അവൻ കൊണ്ട് സെലക്ട് ചെയ്യട്ടെ. ഇപ്പം ഞാൻ വീണ്ടും ഫേസ് ക്യാം ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഈ ഗണ്ണ ഇനി ഇവൻ ഇപ്പത് തുറക്കില്ല. ഇത് ഉണക്ക ഗണ്ണാണ് ഞാൻ സെലക്ട് ചെയ്താണ്. കുഴപ്പമൊന്നുമില്ല. അവിടെ നൂബേ ഇറങ്ങിപ്പോടേ. കഷ്ടം കഥം. കുഴപ്പമില്ല, നമ്മൾ കാണിച്ചടക്കാവനെ. അത് ജസ്റ്റ് മിസ് ആകുന്നു. ഗണ്ണ് റീലോഡ് അടുത്ത സമയം കുഴപ്പമൊന്നുമില്ല. ഈ നമ്മൾ സ്കോപ്പ് വെച്ചുള്ള പടം പിടിക്കും. ഈ ഗണ്ണ് വലിയ കുഴപ്പമില്ലാത്ത ഗണ്ണാ. അഴുക്ക് ഉള്ളവരാ അവിടെ. അയ്യേ ഗ്ലൂ വാളിട്ട് വന്നങ്ങിയിരിക്കണേ. എന്താണ് ഇതെനിക്ക് പേടിയുണ്ടാവും.
തനിക്ക് പേടിയുണ്ടാ ഹെഡ് ഞാൻ പണി വന്നോണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ പിന്നെ റിവെഞ്ച് കൊടുക്കും. മാച്ച് പോയിന്റ് ആയാലും നമ്മൾ റിവെഞ്ച് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രണ്ടാക്കി നമ്മൾ റിവെഞ്ച് കൊടുക്കും. അല്ല പിന്നെ നൈഫാ ഇപ്പം എടുക്കാമല്ലോ, അവനിപ്പോൾ കൊല്ലാനുള്ളതാ. 3-2-1-0. പൊട്ടിനെ പറ്റിച്ചു. എവിടെ ഗായ്സ്, അവൻ നമുക്ക് പണി വന്നിട്ട്. അതാണ് നമ്മൾ മാച്ച് പോയിന്റിൽ ജയിച്ച് നമ്മൾ. പക്ഷേ ഇനി ഒരു പ്രാവശ്യം കൂടി ജയിക്കണം ഗായ്സ്. ന്യൂ പ്രാങ്കർ കഥ കരുതിയത്, പക്ഷെ ഇവൻ നമ്മളെ കൊല്ലം കണ്ടപ്പോൾ ഒരു ദേഷ്യം. അത്രേ ഉള്ളൂ, സിമ്പിൾ. വരട്ടെ, ഇതേപോലെ അവന് പണി കൊടുക്കാം. ഞാൻ മുതൽ വരട്ടെ. ഇത് മാച്ച് പോയിന്റ് തന്നെയാണല്ലേ. അതേ നമ്മള് ജയിച്ചാ നമ്മള്. ഇല്ല, ഒരു പ്രാവശ്യം കൂടി ജയിക്കണം. ജയിക്കാല്ലേ. ഇപ്പോഴെന്താ നൈഫ് എന്നാൽ നമ്മൾ ഇപ്പോൾ എടുത്തവനെ കൊന്നില്ലല്ലോ. അവന് വേണ്ടി മാത്രം MP40 കൂടി എടുത്തുണ്ട്. എനിക്ക് നൈഫ് മതി. നമ്മളെൻ്റെ പ്രാങ്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് നൈഫ് എടുക്കണേ. പക്ഷെ ഇപ്പം ന്യൂ പ്രാങ്കൊന്നുമല്ല, നമ്മളിപ്പോൾ പ്രോ പ്ലെയർ പറഞ്ഞവരെ മനസ്സിലായി. അവിടെ അവൻ അവിടെ ഇപ്പോൾ സ്കില്ലിട്ടിട്ട് അവനെ കാണാൻ പറ്റില്ല. നമ്മൾ ജയിച്ചിരിക്കുന്നു. ആകെ ഒരു ഹൈ മോട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഒരു 100 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരുന്നതായിരിക്കും, 500 രൂപയ്ക്ക്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പിന്നെ നിങ്ങൾ അത് കമൻറ്റ് ചെയ്താൽ മതി, നാളെ നമ്മൾ തരും വേണ്ടവരൊക്കെ. പിന്നെ നമ്മളിന്ന് GTA San Andreasൻ്റെ ഗിവ് നിർത്തുന്നുണ്ട്. GTA San Andreas Definitive Editionൻ്റെ അത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ചെയ്യണേ. അത് Android 10 മുകളിലുള്ള ഡിവൈസ് മാത്രമേ വെക്കാവുള്ളൂ. അതിപ്പോൾ അങ്ങനെ എടുക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഫ്രീ ഫയർന്ന് പോയിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ എൻ്റെ ചാനൽ എടുത്താൽ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ കിട്ടും എൻ്റെ ചാനൽ. അതിപ്പോൾ അങ്ങനെ എടുക്കണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ എത്തത് നിങ്ങൾ ഇവിടെ ഒരു ലിങ്ക് കാണും, ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നേരെ സൈറ്റിലേക്ക്, ആ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും. എന്നിട്ട് നിങ്ങൾ San Andreasൻ്റെ ഡിഫിനിറ്റീവ് APK എന്ന് പറഞ്ഞാൽ ആദ്യം 37 GB ഉള്ള സാധനം വെറുതെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഈ ടൈമർ കഴിയുമ്പോൾ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്ക് വേണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യണില്ല. നിങ്ങൾ ഇന്ത്യൻ ബൈക്കിൻ്റെ ഒക്കെ വീഡിയോ വേണമെന്ന് കുറേ പേര് വേണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് ഗെയിമാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗായ്സ്.